PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മൾ മാരത്തോൺ വീഡിയോ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി എടുക്കുന്നുണ്ട്. ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമോ എന്ന്. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യാനും നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉയർത്താനും എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ്, നമ്മുടെ ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇരിക്കുന്നവർ, മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, അതുൾപ്പെടെ സൈക്കോളജിയിലുള്ള എല്ലാ പോർഷൻസും, അതുപോലെ കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖല ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ പോളിസികൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഫുൾ ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മൾ സമഗ്രമായി LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ്. LP-UP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കി കൊടുത്തിരുന്നു. അതിന് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ LP-UP ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിലോ വാട്സപ്പിൽ ത്രൂ ഒരു ഹായ് അയച്ച ശേഷം LP-UP ഇൻ്റർവ്യൂ ഒന്ന് മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 3 സെക്ഷനായിട്ടാണ് വീഡിയോസ് എടുത്തു പോരുന്നത് LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറാകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്: നല്ല ഒരു അധ്യാപകനാകാൻ കുട്ടികൾ എത്രത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ലൊരു അധ്യാപകനാകാനായിട്ട് കുട്ടികളെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട്? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ നോക്കാം. സർ, അധ്യാപന ജീവിതത്തിൽ അധ്യാപകൻ കുട്ടികളെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. കാരണം ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ സംഗത സഹചാരി ആയിരിക്കണം. ആ കുട്ടി ആ ഒരു സ്കൂൾ വിട്ട് പുറത്ത് പോകുന്നത് വരെ അധ്യാപകൻ എന്നും കുട്ടികൾക്ക് മാതൃകയും കുട്ടികളെ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കണം. കുട്ടികളിൽ ഒരാളായി മാറാൻ അധ്യാപകൻ എന്നും ശ്രമിച്ചിരിക്കണം. കുട്ടികളുടെ പഠനശൈലി, അഭിരുചി, പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവൻ്റെ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമോ എന്ത് തന്നെ പ്രശ്നമോ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അറിയുന്ന നല്ലൊരു സുഹൃത്തായിരിക്കണം ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. നല്ലൊരു സുഹൃത്താവുമ്പോൾ മാത്രമേ കുട്ടികളെ ശരിക്കും മനസ്സിലാക്കാനും കുട്ടികൾക്ക് വഴികാട്ടിയായിട്ട് നിൽക്കാനും ഒരു അധ്യാപകന് സാധിക്കുകയുള്ളൂ. ഏതൊരു കാര്യവും അധ്യാപകനോട് ഒരു സുഹൃത്ത് എന്ന രീതിയിൽ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും കുട്ടികളുടെ നല്ല സുഹൃത്തായി അധ്യാപകൻ മാറാൻ ശ്രമിക്കണം. അങ്ങനെ മാറുമ്പോൾ കുട്ടികളെ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കുട്ടികളിൽ ഒരാളായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് എനിക്കൊരു എക്സാമ്പിൾ പറയാനുണ്ട്. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് അവസരം കിട്ടി. ഞാൻ അവിടെ 9ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ 25 കുട്ടികളുണ്ടായിരുന്നു. അതിൽ അനിക എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അനിക ബാക്ക് ബെഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും അവളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവൾ അതിനൊന്നും ഉത്തരം പറയാൻ ശ്രമിച്ചിരുന്നില്ല. ഒരിക്കൽ അവൾ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റുള്ള കുട്ടികൾ അവളെ പരിഹസിക്കുന്നതായിട്ടും തല താത്തിയിരുന്ന് ചിരിക്കുന്നതായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. കൂടാതെ അനികയ്ക്കും അത് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പിറ്റേ ദിവസം ഞാൻ അവളോട് ചോദ്യം ചോദിച്ചപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. എന്നിട്ട് അനിക അതിന് ഉത്തരം പറയാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവളെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. ആ മിടുക്കി, നല്ല രീതിയിൽ ഉത്തരം പറയുന്നുണ്ടല്ലോ, വെരി ഗുഡ്, മിടുക്കിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾ ഞാനിത് ആവർത്തിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ചോദ്യം ചോദിക്കുന്നൊരു പതിവ് എനിക്ക് ക്ലാസ്സിലുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അനികയോട് എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള ചോദ്യവും അവളത് പറയാൻ ശ്രമിക്കുമ്പോൾ അവളെ മാക്സിമം ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ പതുക്കെ പിന്നെ അവൾ എങ്ങനെയും ഉത്തരം പറയണം, ഉത്തരത്തിലേക്ക് എത്തണം എന്നൊരു കോൺഫിഡൻസ് ലെവൽ അവൾ വളർന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി. ആദ്യം സിമ്പിൾ ചോദ്യം ചോദിച്ചുകൊണ്ട് എടുത്തുകൊടുത്ത് 2 വീക്സോ കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴും അനിക മിടുക്കിയായിട്ട് അതിനെല്ലാം എന്നോട് നല്ല രീതിയിൽ ആൻസർ പറയാൻ ശ്രമിച്ചു തുടങ്ങി. എവിടെയെങ്കിലും തെറ്റിപ്പോകുമ്പോൾ അവളെ ഞാൻ സപ്പോർട്ട് ചെയ്തു കൊടുത്തു. ആ മിടുക്കി, നന്നായി പറഞ്ഞു, എല്ലാവരും ഒന്ന് കൈയടിച്ചേ എന്നൊക്കെ പറഞ്ഞ് അനികയെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ആദ്യകാലങ്ങളിൽ ഞാൻ അവിടെ പഠിപ്പിക്കാൻ ചെന്ന സമയത്ത് ടെസ്റ്റ് പേപ്പർ ഇടിക്കുമ്പോൾ വളരെ കുറവ് മാർക്ക് മേടിച്ച അനിക പിന്നീട് നല്ല രീതിയിലുള്ള മാർക്ക് മേടിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സ്റ്റാഫ് റൂമിലും അവളെക്കുറിച്ച് പറയുകയുണ്ടായി. ആദ്യ സമയങ്ങളിൽ അനിക ഒന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അനികയ്ക്ക് അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്. എന്താ പറ്റിയേ പോലും എന്ന് മറ്റുള്ള ടീച്ചേഴ്സ് പറയുമ്പോഴും
എനിക്ക് തോന്നിയിരുന്നു അവൾ നന്നായി പഠിക്കാൻ ശ്രമിക്കുന്നു. എനിക്കതിൽ സന്തോഷം ഉണ്ടായിരുന്നു. ഒരിക്കൽ മാർക്കിൻ്റെ ഇൻറ്റേർണൽ മാർക്സൊക്കെ കഴിഞ്ഞ് PTA മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അനിക എന്നെ വന്ന് പേഴ്സണലായിട്ട് കണ്ടിട്ടൊരു കാര്യം പറഞ്ഞു. ടീച്ചറെ, ഇന്ന് എനിക്ക് ഈ മാർക്ക് കിട്ടാൻ കാരണം ടീച്ചറാണ്. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറയാൻ കാരണം ഞാൻ മറ്റുള്ള ക്ലാസ്സിൽ ടീച്ചേഴ്സ് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ അനികയോട് ചോദിച്ചിട്ട് കാര്യമില്ല, അനിക ഒന്നും പഠിക്കാതെയല്ലേ ക്ലാസ്സിൽ വരുന്നത് എന്ന് ടീച്ചർമാരുടെ പരിഹാസവും മറ്റുള്ള കുട്ടികൾ ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ കളിയാക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു പരിഹാസ കഥാപാത്രമായിരുന്നു. അതിൽ എന്നിലെ കോൺഫിഡൻസ് ലെവൽ വളരെ വളരെ കുറച്ചുകൊണ്ടിരുന്നു. അത് എനിക്ക് വളരെ മാനസിക ബുദ്ധിമുട്ടും ഭയങ്കര ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും പുറകോട്ട് മാറി നിൽക്കാനും ആര് എന്ത് ചോദ്യം ചോദിച്ചാലും കൂട്ടുകാരെന്നെ കളിയാക്കുമല്ലോ, അതുകൊണ്ട് അറിയാമെന്ന ഉത്തരം വരെ എൻ്റെ മനസ്സിൽ തെറ്റിച്ചായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ടീച്ചർ എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ലെവൽ അത് എന്നെ ഇപ്പോൾ നന്നായി പരിശ്രമിക്കാനും നന്നായി പഠിക്കാനും എനിക്ക് ഉത്തരം പറയാനുള്ള കോൺഫിഡൻസ് ലെവലൊക്കെ ഉയർത്തിക്കൊണ്ടുപോയി. ഈ തവണത്തെ ഇൻറ്റേർണൽ മാർക്ക് ഞാൻ ഒരു സബ്ജക്റ്റിന് പോലും തോറ്റിട്ടില്ല ടീച്ചറെ, എല്ലാത്തിനും ഞാൻ ജയിച്ചു. ഈ ടീച്ചർ കാരണം കൊണ്ടാണ് എനിക്കിത് ഉണ്ടായത് എന്ന് അവൾ നിറ കണ്ണുകളോടെ എന്നോട് പറഞ്ഞു. എനിക്കെൻ്റെ ജീവിതത്തിൽ അധ്യാപക ഈ ഒരു ടീച്ചിങ് ഞാൻ തുടങ്ങിയ ഒരു കാലയളവിൽ ആ കുട്ടിയുടെ മുഖവും അത് നിറ കണ്ണുകളുമായിട്ട് അവൾ എന്നോട് പറയുന്നതും ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് മറക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ നമ്മൾ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് എന്താണ് അവരുടെ പ്രശ്നം, അനികയുടെ പ്രശ്നം ഇതായിരുന്നു, കോൺഫിഡൻസ് ഇല്ല. എല്ലാവരും അവളെ ഞാൻ തെറ്റു പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുമെന്നുള്ള പേടിയായിരുന്നു അവളുടെ ഉള്ളിൽ. ആ പേടിയെ ഞാൻ മാറ്റിയെടുത്തപ്പോഴാണ് അവളെ ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുകയും അങ്ങനെ അവൾക്ക് നല്ല രീതിയിലൊരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് അവരിൽ നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തിയെടുക്കാനും നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ആ ഇൻസിഡൻറ്റിനെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഉത്തരത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നും ഞാൻ അനികയുടെ മുഖം, ആ നിറകണ്ണുകളോടുള്ള മുഖം ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അനിക എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എവിടെ ഇരുന്നാലും നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം. മറക്കണ്ട, ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.